നമസ്കാരം ഡാർക്കോൺ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 2025 ഡാവിഞ്ചി റിസോൾട്ട് സ്റ്റുഡിയോ 19.1.1ന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ മാക്സിമം സിമ്പിൾ ആയിട്ടായിരിക്കും കാര്യങ്ങൾ പറയാം. ഇതൊരു ഫ്രീ കോഴ്സ് ആണ്. അതേപോലെ നമ്മൾ പെയ്ഡ് കോഴ്സും ചെയ്യുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, വാട്സപ്പിന്റെ. അതിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പരിഗണന ഉണ്ടാവും. അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് ചാനൽ ഉണ്ട്, ടെലിഗ്രാം ചാനൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സംശയങ്ങളൊക്കെ തീർത്തു പോവാം. ഇനി ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് യൂട്യൂബിലൂടെ ഉള്ള ഒരു ഫ്രീ കോഴ്സ് ആണ്. ഓക്കെ, ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈൻ ആയിരിക്കും. അതായത് എഡിറ്റ് പേജിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. നമുക്ക് ഇതിന് മുന്നേ ആയിട്ട് സംസാരിക്കാൻ മീഡിയ പേജ് ഉണ്ട്, അതേപോലെ കട്ട് പേജ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷെ ഒരു ബേസിക് പഠിച്ചു വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതും കൂടെ ആകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇത് എന്താണ് ഇങ്ങനെ? സാധാരണ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഇതിൽ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു സംഭവം വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഈ ഒരു എഡിറ്റ് പേജിന്റെ അകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പഠിക്കാം. അതിനുശേഷം നമ്മൾ കളർ ഗ്രേഡിങ് പഠിക്കും. അതിനുശേഷം ഓഡിയോ എഡിറ്റിംഗ്, ഓഡിയോയുടെ കുറച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. അതിനുശേഷം ഫ്യൂഷൻ, VFX, CGI വർക്കിനെ കുറിച്ച് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. അത് എത്ര ചാപ്റ്റർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം സിമ്പിൾ ആയിട്ട് പറയുന്ന സമയത്തും ഒരുപാട് ലെങ്തി ആയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. കുറഞ്ഞ സമയത്തുള്ള ക്ലാസ്സിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും. അടുത്ത ക്ലാസ് നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാൻ പറ്റുന്നത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഈ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ അറിയാലോ, താഴെ നമ്മുടെ ചാനലിൽ താഴെ ഉണ്ടാകുന്ന ഒരു ഏരിയ അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതാണ് ഡിസ്ക്രിപ്ഷൻ കേട്ടോ, അവിടെ ഉണ്ടാവും. ഇനി അതിനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക് ഉണ്ട്. വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ ഒരു പേജിന്റെ അകത്ത് ഡയറക്റ്റ് 1, 2, 3, 4 ഈ ഒരു പേജ് കേട്ടോ, ഇതേപോലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രീ പഠിക്കുന്നവർക്കും കുഴപ്പമില്ല. പക്ഷെ ശരിക്കും ഇരുന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, അതായത് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആഗ്രഹമുള്ളവർ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലെ പോലെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്കോൺ VFX സ്റ്റുഡിയോ. നമ്മൾ ഡാവിഞ്ചി റിസോൾട്ട് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ കിട്ടില്ലേ. നമുക്കിതിനെ ഒരു വെൽക്കം വിൻഡോ എന്ന് പറയാം. നമ്മളെ വെൽക്കം ചെയ്യാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സുകളൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സ്, ഇവിടെ ഒരുപാട് സെറ്റിങ്സ് കാണാൻ പറ്റില്ലേ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കാണാത്തൊരു സെറ്റിങ്സിൻ്റെ അകത്തുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്, മസ്റ്റാണ്. എന്താണെന്നറിയോ, ഇവിടെ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ സ്വിച്ചും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു സ്വിച്ചിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സംഭവം ഓൺ ആയിട്ട് വരും, ഒരു വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഓൺ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് എവിടെയാണ് സേവ് ആയത് നിങ്ങൾക്കറിയോ. വിൻഡോസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ C ഡ്രൈവിൻ്റെ അകത്ത്, ഈ C ഡ്രൈവിൻ്റെ അകത്ത് വരുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ് ഫോൾഡർ, ഡോക്യുമെന്റ് ഫോൾഡർ, മൂവി ഫോൾഡർ. അപ്പോൾ ഇതിലെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വിൻഡോസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതിലാണ് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ആ പോകുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാം, C ഡ്രൈവിൻ്റെ അകത്തുനിന്ന് ഉള്ള സാധനം മൊത്തം കൊണ്ടുപോകും. മറ്റേ ധീരയിലുള്ള വില്ലൻ പറഞ്ഞ പോലെയാണ്, ഇങ്ങനെ ഞാൻ പോകുന്ന നിങ്ങൾ മാത്രം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ പുള്ളി എന്ത് ചെയ്യും, നമ്മുടെ പ്രോജക്റ്റും കൊണ്ടൊരു പോക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൈബ്രറി ഓൺ ചെയ്യണം. ഇനി മാക്കിലാണെങ്കിലോ ഇതേപോലെ തന്നെ സിസ്റ്റം ഡ്രൈവിൻ്റെ അകത്തായിരിക്കും ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയില്ലേ, അങ്ങനെ നമുക്കിത് ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് നഷ്ടപ്പെടാൻ പാടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെക്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, അതായത് എഡിറ്റിംഗ് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ടിപ്സാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് താഴെയായിട്ട് ആഡ് പ്രൊജക്ട് ലൈബ്രറി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്താണ്, ഒരു പുതിയ പ്രൊജക്ട് ലൈബ്രറി നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്രിയേറ്റ്. ഫസ്റ്റ് കാണുന്നത് ഈ ക്രിയേറ്റിലൊരു പേര് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ട്യൂട്ടോറിയലിനൊരു പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്തോ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെന്താണോ. അപ്പോൾ മാരേജ് വീഡിയോ ഒക്കെ ആണെങ്കിൽ മാരേജിൻ്റെ വീഡിയോൻ്റെ ഒരു സെക്ഷൻ കൊടുക്കുക. പിന്നെ ഇത് സേവ് ചെയ്ത ശേഷം പുതിയൊരു ആഡ് ലൈബ്രറി കൊടുത്തിട്ട് അതിൻ്റെ അത് ഷോർട്ട് ഫിലിംസ് കൊടുക്കുക. അടുത്ത ഒരെണ്ണത്തിൽ കാർട്ടൂൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ലൈബ്രറികൾ വേറെ വേറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഞാനിവിടെ ട്യൂട്ട് എന്നുള്ളൊരു പേര് കൊടുത്തു. ഇനി ലൊക്കേഷൻ ബ്രൗസ് ചെയ്യണം. ലൊക്കേഷൻ ഞാൻ ബ്രൗസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇരിക്കുന്ന ആ ഒരു പാർട്ടീഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഞാൻ പുതിയൊരു ഹാർഡ് ഡിസ്ക്കാണിത്, ഇതിൻ്റെ അകത്ത് യൂട്യൂബ് എന്നുള്ളൊരു ഫോൾഡറിൻ്റെ അകത്ത് 2025 എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ്, പ്രോജക്റ്റ് ലൈബ്രറി. ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക.
ഓക്കെ അല്ലേ? അപ്പോൾ പ്രൊജക്ട് ലൈബ്രറി ക്രിയേറ്റ് ആയി. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ് വിൻഡോസിലും വരിക കേട്ടോ. നിങ്ങൾ സി ഡ്രൈവ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രൈവിൻ്റെ അകത്ത് ഇതേപോലെ ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്ട് ലൈബ്രറി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സബ് ഫോൾഡർ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വേറെ കൊടുക്കണമെങ്കിൽ, എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഷോർട്ട് ഫിലിം എന്നുള്ള ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചോട്ടോ. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നാളെ നമ്മൾ തിരയുന്ന സമയത്ത് ഈ സാധനം എവിടെ പോയി നമുക്കൊരു ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പ്രൊഫഷണൽ ലെവലിൽ എത്തുന്ന സമയത്ത് ആ ഒരു ശീലം തന്നെ ആയിപ്പോകും. പക്ഷേ ഈ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായി സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഇടാതെ ഓടിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ്. പക്ഷേ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഭയങ്കര രജിസ്ട്രേഷനാണ്. അതെന്തുകൊണ്ടാണ്, ചെറുപ്പത്തിൽ പഠിച്ച സമയത്ത് ഹെൽമെറ്റ് അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു, അന്ന് വെക്കില്ലായിരുന്നു, അറിയില്ല ആ പ്രായത്തിൽ. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. പഠിച്ചു കഴിഞ്ഞപ്പോൾ കാറ് ഞാൻ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, 10-20 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് കറക്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ശീലിച്ചുകൊണ്ട് എന്തായി, ഇപ്പം എനിക്ക് ആ ഒരു ഓർഡർ ഓട്ടോമാറ്റിക് വരും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെയാണിത്. നിങ്ങൾ കറക്റ്റായിട്ട് എവിടെയാണോ സേവ് ചെയ്യുന്നത് ആ ഒരു ഏരിയ കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടണം. ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ഓർഡറിൽ വന്നു കേട്ടോ. ഇപ്പം തന്നെ ഞാനൊരു പ്രൊഫഷണലായി മാറിക്കഴിഞ്ഞു. അപ്പം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുക. ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ലൈബ്രറി കൊടുക്കുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പുതിയൊരു ലൈബ്രറി ഓൺ ആയിട്ട് വരും. ഇപ്പോൾ ട്യൂട്ട് എന്നുള്ള ലൈബ്രറി വന്നു. ഇതിൻ്റെ അകത്ത് ഡിഫാൾട്ടായിട്ടൊരു പ്രൊജക്റ്റ് വന്ന് കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണലായി ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും അറിയാം, ഓൾമോസ്റ്റ് ഇതേപോലെ ലൈബ്രറി അപ്പിയർ ആവും. കണ്ടോ, ഒരുപാട് ഫോൾഡറുകളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു ലൈബ്രറി അപ്പിയർ ആവും. ഇതൊക്കെ പ്രോജക്റ്റുകളാണ് കേട്ടോ. ഇവിടെ നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2-3 ഓപ്ഷന് പറയട്ടെ. ഒന്ന്, നമ്മൾ ആദ്യം തന്നെ ഇത് എവിടെയാണ് സേവ് ചെയ്തതെന്ന് നോക്കണം. ലോക്കൽ, അതായത് ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം എന്നല്ല കേട്ടോ, നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്താണ് സേവ് ചെയ്തതെന്നാണ് അർത്ഥം. ഇനി നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നമ്മളിപ്പോൾ ഒരാളല്ലേ വർക്ക് ചെയ്യുന്നത്, അതിന് പകരം സിനിമ ഫീൽഡിലൊക്കെ ഒരുപാട് പേര് നെറ്റ്വർക്ക്ഡായിട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ തൊട്ടിപ്പത് ക്ലൗഡ് ഉണ്ട്. ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടേതായ ഒരു ക്ലൗഡാണ്, അതായത് സ്റ്റോറേജ് സിസ്റ്റമാണ്. ഇൻ്റർനെറ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ സേവ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റം സ്പേസ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള പേടിയുള്ളവരുണ്ടാവും. അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ ക്ലൗഡ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ അത് സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാഭം എന്താന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് നഷ്ടപ്പെടുകയില്ല, നെറ്റിൻ്റെ അത് അവിടെ കിടക്കും. ഓക്കെ, തിരിച്ച് ഞാൻ വീണ്ടും ലോക്കലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലോക്കൽ ധാരാളം. ഇതിൻ്റെ നമുക്ക് ഏത് രീതിയിലാണ് ഓർഡർ വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് പ്രൊജക്റ്റ് ലൈബ്രറി നെയിം വെച്ചാണ് ഇപ്പോൾ വരുന്നത്. ഇത് മാറ്റി നോക്കിയാൽ ലൊക്കേഷനൊക്കെ മാറ്റുന്ന സമയത്ത് ഇവിടെ മാറുന്നത് കണ്ടോ, സ്റ്റാറ്റസ് ഇതൊക്കെ മാറ്റുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എ വരും, താഴേക്ക് ഇസഡ് വരും. തിരിച്ചാക്കി കഴിഞ്ഞാൽ എന്താ, ഡിസെൻഡിങ് ഓർഡറിലാക്കി കഴിഞ്ഞാൽ മുകളിൽ ഇസഡ് വരും, താഴെ എ വരും. ആ ഓർഡറിൽ വരും കണ്ടോ, മുകളിൽ പോയി താഴെ ഡി വന്ന് കണ്ടോ. അപ്പോൾ നമുക്കിതിൽ ഏത് രീതിയാണോ വേണ്ടത് അത് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം അനുസരിച്ച് സെറ്റാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കട്ടെ. ഇനി തൊട്ടിപ്പത്ത് റീസ്റ്റോറും അതേപോലെ സെർച്ചിൻ്റെ ഓപ്ഷനൊക്കെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ജസ്റ്റ് വേറെ ഏതെങ്കിലും പ്രോജക്റ്റുകളൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഏതെങ്കിലും പ്രത്യേക പ്രോജക്റ്റുകൾ ട്യൂട്ടോറിയൽ എന്നുള്ള ലൈബ്രറി സെർച്ച് ചെയ്യണമെങ്കിൽ ഇത് പോലെ സെർച്ച് ചെയ്തെടുക്കാം, അതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുക, എഡിറ്റിങ്ങിൻ്റെ അകത്തേക്ക് അങ്ങ് പോകാം അല്ലേ, അധികം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് നിൽക്കണ്ട. എന്നാൽ നമ്മുടെ സുകുമാരൻ ചേട്ടൻ പറഞ്ഞ പോലെ അയ്യരേ അങ്ങനെ അങ്ങ് പോയാലോ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റൂലല്ലേ. ഇവിടെ ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 2-3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിനൊന്നും ജസ്റ്റ് പരിചയപ്പെടണം. ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് അറിയോ, ഇത് പ്ലസ് ബട്ടണിലൊരു ഫോൾഡറാണ്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലേ. എന്താണ്, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ്, ഇവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി സോർട്ടിങ്, അതായത് നമ്മൾ മാരേജ് വീഡിയോ തന്നെ ആണെങ്കിലും ഇതിൻ്റെ അകത്തൊരു സോർട്ടിങ്, കല്യാണ പയ്യൻ്റെ വീഡിയോസ് മാത്രം എണ്ണത്തിൽ, പെണ്ണിൻ്റെ വീഡിയോസ് മാത്രം എണ്ണത്തിൽ, അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, കല്യാണ പയ്യൻ്റെ വീഡിയോസ് വേറൊരു ടൈപ്പിലും ലേഡി അതായത് പെൺകുട്ടിയുടെ വീഡിയോ വേറൊരു ടൈപ്പിലാണ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ അറേഞ്ച് വെക്കാം. അതിൽ തന്നെ നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടാവും, അതിന് വേറെ ഫോൾഡറിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമുക്ക് പുതിയ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം കേട്ടോ. പേര് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്തേക്ക് എനിക്ക് വേണ്ട ചില പ്രൊജക്റ്റുകൾ ഇതേപോലെ ചെയ്ത് വെച്ചതിനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാം. ഓക്കെ അല്ലേ. ഒന്നെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് എനിക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി വേറെ രീതിയിൽ എങ്ങനെയാ, ഇവിടെ കിടക്കണ്ടല്ലേ ന്യൂ പ്രൊജക്റ്റ്. ഈ ന്യൂ പ്രൊജക്റ്റും ഒരേ സംഭവമാണ് കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിനൊരു പേരിടാൻ വേണ്ടി പറയും. ട്യൂട്ട് എന്നുള്ള പേര് വീണ്ടും ഇട്ട് കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി. ഇവിടേക്ക് ഡാവിഞ്ചി റിസോൾവ് ഓൺ ആയിട്ട് വരും അല്ലേ. പക്ഷെ നമുക്ക് ഓൺ ആക്കാനായിട്ടില്ല. വീണ്ടും സുകുമാരൻ ചേട്ടൻ പറഞ്ഞ പോലെ ചെറിയ പരിപാടികളൂടെ ഉണ്ട് അല്ലേ. എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എത്തിപ്പെട്ട് ചുരുളിയിൽ കുടുങ്ങിയ പോലെ ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്നല്ലാതെ പുറത്തോട്ട് പോകാനുള്ള സ്വിച്ച് ഒന്നും കാണുന്നില്ല അല്ലേ, ബാക്ക് അടിക്കാനുള്ള. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ നിജൻ എന്നുള്ളതിന് തൊട്ട് ഇപ്പുറത്ത് കൊണ്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന്
അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഈ ഒരു മെയിൻ ലൈബ്രറിയുടെ മെയിൻ പേജിലേക്ക് തന്നെ വന്നു അല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ തംബ്നെയിൽ ഐക്കണുകളെ ഇത്ര വലിപ്പത്തിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ചുരുക്കി വെക്കാം കേട്ടോ. ചെറുതാക്കി വെക്കാം, വലുതായിട്ട് കാണണമെങ്കിൽ വലുതാക്കി വെക്കാം കേട്ടോ. ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ വെച്ചു. പിന്നെ ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, കോപ്പി പ്രൊജക്റ്റ് ടു എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കോപ്പി പ്രൊജക്റ്റ് ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്റ്റ് ഇവിടുന്ന് വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ലൈബ്രറിയിലേക്കോ ഒക്കെ മാറ്റി വെക്കാൻ പറ്റും കണ്ടോ. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല അല്ലേ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ ഇവിടെ സോർട്ട് ചെയ്ത് കണ്ടില്ല, അതേപോലെ നമുക്ക് ഇവിടെ നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സോർട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഡേറ്റ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ ചെയ്ത വർക്ക് എപ്പോഴും മുകളിലായിട്ട് വരും. അതായത് ഒരു തവണ നമ്മൾ ഈ പ്രൊജക്റ്റ് പിന്നെയും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വന്നിക്കും. ഓക്കെ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താണ് ഇൻഫർമേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. എന്നാണ് ക്രിയേറ്റ് ചെയ്തത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കണ്ടോ. അതൊക്കെ HD പ്രൊജക്റ്റുകളാണ്. അതൊക്കെ HD എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കണ്ടോ. ആ ടൈമിൽ അതിലുള്ള പ്രൊജക്റ്റുകളൊക്കെ HD പ്രൊജക്റ്റുകളാണെന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇത് ലിസ്റ്റായിട്ട് കാണാനുള്ള ഓപ്ഷനാണ്. ഇത് അവിടെ ലിസ്റ്റായിട്ട് കാണാം. ലിസ്റ്റായിട്ട് കാണാൻ വലിയൊരു ഭംഗിയില്ല. ഇത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ തംബ്നെയിലല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇവിടെ ടെസ്റ്റിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ആഡ് ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ എല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പ്രൊജക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും എവിടേക്കെങ്കിലും. അത് വേറൊരു ഓപ്ഷനാണ്. ഈ ഒരു പ്രൊജക്റ്റിന് എനിക്ക് എക്സ്പോർട്ട് ആണെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു പ്രൊജക്റ്റിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാലും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് അവിടെ കിടക്കും. ഞാൻ ഈ തകരാറ് വരിക എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട കേട്ടോ. അങ്ങനെ തകരാറൊന്നും വരില്ല. എന്നാൽ നമ്മൾ പറയണം, എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ചിന്തിക്കണം. എപ്പോൾ വേണമെങ്കിലും സിസ്റ്റം പോകാമെന്ന്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 2 മാസം മുന്നേ സിസ്റ്റം അടിച്ചു പോയതാ. ബോർഡ് അങ്ങ് പോയി തന്നെ. പിന്നെ ബോർഡ് മാറ്റാന്നില്ല, പുതിയ സിസ്റ്റം എടുത്തു. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട്, ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് പോട്ടെ, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പുട്ടിയച്ചടം നടത്തുക അല്ലേ. ഇനി നമുക്ക് ഇമ്പോർട്ട് കൊടുത്താൽ എന്താണ്, നമ്മൾ എക്സ്പോർട്ട് വെച്ച ആ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ അതേപോലെ വേറെ ഏതെങ്കിലും എക്സ്പോർട്ട് ചെയ്ത പ്രോജക്റ്റോ ഇവിടേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അതൊക്കെ സിമ്പിൾ സിലി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒരു ന്യൂ പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ. ന്യൂ പ്രോജക്റ്റ്, ന്യൂ ഫോൾഡർ, ഇമ്പോർട്ട്, റീസ്റ്റോർ, നമ്മൾ നേരത്തെ പറഞ്ഞ സുനാപ്പികളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പിന്നെന്താ അതർ പ്രോജക്റ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നോക്കാം അല്ലേ. റിമോട്ട് റെൻഡറിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് നമ്മൾ വേറെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് റെൻഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനൊക്കെ ആണ്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് വരികയുള്ളൂ അല്ലേ. അപ്പോൾ റീഫ്രഷ് കൊടുക്കുക വേണമെങ്കിൽ. എന്തിനാ, ഒരു കാര്യമില്ല. നമുക്ക് ഇവിടെ വേറെ പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടും അപ്പോൾ ഒന്ന് റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. തൽക്കാലം എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. 2025 ബേസിക് ട്യൂട്ടോറിയൽ എന്നുള്ളൊരു പേര് കൊടുത്തു. അപ്പോൾ അതെന്തിനാണ് ഞാൻ ഇപ്പം തന്നെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കളർ ഗ്രേഡിങ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പ്രൊജക്റ്റ് കണ്ടില്ലെങ്കിൽ ക്രിയേറ്റ് കൊടുത്തു. നമുക്ക് സിസ്റ്റത്തിൽ കീബോർഡിൻ്റെ അകത്ത് എൻ്റർ അടിക്കാം, മാക്കിലാണെങ്കിൽ റിട്ടേൺ കീ അടിക്കാം. എന്നാലും ആ ഒരു ക്ലിക്ക് ചെയ്തതിന് തുല്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻ്റർഫേസ് നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്ക് എത്തി. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നും പോവും, നമുക്കത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളതും ഇമ്പോർട്ടൻ്റ് ആയതുമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതേ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെയുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത ട്യൂട്ടോറിയൽ പറഞ്ഞു തരും. ഇപ്പം നമുക്കൊരു ബേസിക് ക്ലാസ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, ഇല്ലാതെ എനിക്ക് എൻ്റെ ചാനലിൻ്റെ പേര് ഓർത്തെക്കാൻ പറ്റുള്ളൂ. എൻ്റെ ചാനലല്ല കേട്ടോ, നമ്മുടെ ചാനൽ. ഇത് നമ്മുടെ ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇൻട്രസ്റ്റ് ആവും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇതാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വലിയൊരു പൈസയുടെ സംഭവമാണ്. ഒരിക്കലും മത്തിയുടെ പൈസ പോലും ഉണ്ടാവില്ല. 100 രൂപയുടെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ പെയ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതെനിക്ക് വലിയൊരു ഹെൽപ്പാണ്. യൂട്യൂബിൽ നിന്നും കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല. ഇതിൻ്റെ അത് ചാടി ഇറങ്ങിയത് കാരണം നമ്മളിപ്പോൾ വർക്കൊന്നും എടുക്കുന്നുമില്ല. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നല്ല കേട്ടോ. ഇതിൽ ഞാൻ നല്ലപോലെ തന്നെ പറഞ്ഞു കേട്ടോ. ഒരു കോംപ്രമൈസും ഫ്രീയിലും കാണില്ല. പക്ഷേ മറ്റേലാകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് പറ്റുന്ന അത്രയും ടൈം എടുത്ത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഒന്നും പറയാനില്ല, നേരെ മുകളിൽ കയറി അടുത്ത വീഡിയോ വേഗം കണ്ടോ ഇത് കഴിഞ്ഞാൽ അതിൽ കയറി കേട്ടോ. ഓക്കെ.